നല്ല ഇതാണ് എന്റെ മാതൃഭൂമി എല്ലാരും പുച്ചാണല്ലോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഇത് എനിക്ക് വേണമെന്ന് തോന്നുന്നില്ല. നീ ഓരോന്നോരോന്ന് വെച്ച് നോക്കാം. എങ്ങനെയുണ്ട്? ഇല്ലേ, ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ കിടിലൂക്കി. അപ്പൊ നമ്മള് കണ്ണൂരുള്ള ഗോൾഡൻ കപ്പിലുള്ള ഇവിടെ റെന്റലായിട്ടും അല്ലാണ്ടും ഒക്കെ ബ്രൈഡ്സിനെല്ലാം ബെറ്റർ ഓപ്ഷനാണ്. എന്റെ കല്യാണത്തിനൊക്കെ ഇതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് നമ്മള് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ആവണേ. ഈ കമ്പനിയുണ്ട്, ഈ കമ്പനിയുണ്ട്. ഇത് നമുക്ക് ഇതാണ് നല്ല, ഇതാണ് ഈ സാധനം ഇതിന് മനസ്സിലാവും. ഞാൻ നോക്കട്ടെ, നിന്റെ ഹെയർ ആക്സസറീസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ഫുൾ എടുത്തു സെറ്റായി. അതിന്റെ കോസ്റ്റ് നോക്കട്ടെ. ടോട്ടൽ എത്ര? 60,000. ഓ നല്ല തുടക്കം. എവിടെ വരുന്നു? മേമെടുക്ക വീഡിയോ എടുക്കാലോ. കമോൺ അമ്മേനെടുത്ത് ബാ. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫെബ്രുവരി 4 നമ്മളെ വെഡിങ് ആനിവേഴ്സറി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് കല്യാണത്തിന്റെ റീക്രിയേഷൻ ചെയ്തുകൂടാ. ആ ഒരു ടൈപ്പ് ഫോട്ടോ കിട്ടിയില്ല. ഭയങ്കരമായ ഹറിബറിയായി. അല്ലാതെ കല്യാണം ഹറിബറിയാണ്, ഓക്കെ. പക്ഷെ നമ്മളത് കുറച്ച് അധികമായി പോയി. കാരണം ഞാൻ ഒറ്റമുളക് ഈ വീട്ടിൽ ഓട്ടണമെന്ന് ഓടാൻ കൂടുതലുണ്ടായത് എന്റെ വീട്ടിൽ ഞാനായിരുന്നു. അപ്പൊ നമ്മൾ ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ കല്യാണം ആസ്വദിക്കാൻ പറ്റിയില്ല നമുക്ക്. അപ്പൊ നമ്മൾ വിചാരിച്ചു അപ്പൊ ഉണ്ടായ കുറവുകളൊക്കെ ഈ ഷൂട്ടിൽ നമുക്ക് തീർക്കാം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ എന്താവുന്ന ഒരു പിടുത്തമില്ല, നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഡേ ആണ് ഇത്. അപ്പം ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞു. മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും. അതിന് മുമ്പ് എനിക്ക് സാരി അയൺ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മൊത്തം ചെയ്ത് വെക്കണം, പാടില്ല. ഇതൊന്നും പഠിക്കാതിരിക്കാനാണ് ഏറ്റവും നല്ലത്. പണിയെടുക്കേണ്ട ആവശ്യമില്ല. അയൺ ചെയ്യാൻ തീരെ അറിയാണ്ടൊന്നുമില്ല. അയൺ ചെയ്യാനൊക്കെ അറിയാം. ഇങ്ങനെയല്ലേ പഠിക്കാൻ. എന്റെ ലുക്ക് കണ്ടിട്ട് ഒന്നും തോന്നണ്ട, ഇതാണ് എന്റെ വീട്ടിലെ ലുക്ക്. ഇവിടെ വരുമ്പോ ഞാൻ മാക്സിമം അത്ര ഇടാറ്. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ചായ അടിച്ച നീ എന്നടിയാട്ടാ. ഇതാണ്, അയ്യോ ഇതല്ല, ഇതാണ് എന്റെ പുടവ. അതായത് ഏട്ടൻ തന്ന സാരി. അത് ഈ കളറായിരുന്നു കേട്ടാ. ഇതിന്റെ ബ്ലൗസ് ആ ടൈമിൽ നമുക്ക് അത്യാവശ്യം ഹരിബറി ആയതുകൊണ്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതെല്ലാം പ്രോപ്പറായിട്ട് കാണിക്കാൻ വേണ്ടി സമയം കിട്ടുന്നത്. ഇതതിന്റെ ബ്ലൗസ് ആയിരുന്നു. ഓക്കെ, ഇതിന്റെ ബാക്കിൽ കണ്ട മാറൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ അന്ന് കണ്ടായിരുന്നോ? നമ്മളെ കണ്ടില്ല. ഇതാണ് എന്റെ കല്യാണ സാരി. ഭയങ്കര ഹെവി വർക്കാണ് അവര് ചെയ്തു തന്നെ. ഇത് ചെയ്തത് തളിപ്പറമ്പുള്ള ആക്ന ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അവരാണ് എനിക്ക് വെഡിങ്ങിന് ഈ ബ്ലൗസും
ഈ ബ്ലൗസും നമ്മളെ റിസപ്ഷന്റെ ഡ്രസ്സും ഒക്കെ ചെയ്തു തന്നത് അവരാണ്. ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം. നമ്മൾ വെച്ച് തരാം. അങ്ങനെ എടുത്തു. മൊത്തം ഹാൻഡ് വർക്കാണ്. അവര് അത്യാവശ്യം നല്ല വൃത്തി പണിയുണ്ട്. ആൻഡ് ഇതാണ് എന്റെ കല്യാണ സാരി. ഇതിന്റെ അകത്തും വർക്ക് ഉണ്ട് കേട്ടോ. സാരീന്റെ പല്ലുവിലും അവര് വർക്ക് ചെയ്ത് വെച്ചിരുന്നു. പല്ലു മീൻസ് താഴേക്ക് വരുന്ന സാധനം ഇതണ്ട. ഇതും അവര് ചെയ്തത് വർക്കാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം. അന്ന് ഞാൻ എങ്ങനെ ഇട്ടെന്നൊക്കെ ഒരു പിടുത്തൂല്ല. നോക്കിയേ അമ്മേ, അന്ന് പിന്നെ ഒരു ബോധമില്ലല്ലോ, തരിപ്പായിരുന്നല്ലോ. നമ്മൾ ആദ്യം വിചാരിച്ചു കല്യാണ സാരി തന്നെ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമ്മള് നോക്കുന്ന സമയത്ത് ഈ സാരിയിൽ, അതായത് ഏട്ടൻ തന്ന പുടവയിലാണ് അധികം പിക്സ് കിട്ടാഞ്ഞത്. അധികം എന്ന് പറഞ്ഞാൽ ഒറ്റ പിക്കേ ഉള്ളൂ, ഒരേ ഒരു പിക്കേ ഉള്ളൂ. മട്ട മീൻസ് ഈ സ്ഥലത്തിന്റെ പേരാണ് കേട്ടാ. അവിടുന്ന് എടുത്ത പിക്കാണ് ആകെ കിട്ടിയത്. പിന്നെ കിട്ടിയത് മൊത്തം വീഡിയോയിൽ ഞാൻ കരഞ്ഞോണ്ടിറങ്ങുന്നത്. അതിൽ ഫോട്ടോ ഒന്നും വലിയ കിട്ടിയില്ല. ആൻഡ് ഇന്നത്തെ നമ്മളെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഓർണമെന്റ്സ് മൊത്തം എടുത്തിട്ടുള്ളത് ഗോൾഡൻ കപ്പ് എന്നാണ്. ഇത് കണ്ണൂരുള്ളതാണ്. ഇതിന്റെ അവർക്ക് കൊച്ചിയിലും എവിടെയെങ്കിലും ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഓർണമെന്റ്സ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. പോയ രണ്ട് ലൈറ്റും എല്ലാം ഒക്കെ സൂപ്പർ ആയിട്ട് സാധനങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. വിചാരിച്ച സാധനം. പിന്നെ അവിടെ മറ്റേ ഡ്രസ്സസും ഉണ്ട്, ലെഹങ്കാസും സാധനങ്ങളെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ അവിടുന്ന് എടുത്തതാണ്. ഇത് നമ്മള് ഹെയർ ആക്സസറീസ്, ചുട്ടി, ഇത് ബാംഗിൾസ്, ഇത് ഹെയർ ആക്സസറീസ്, ഇത് ഹിറ്റ് ഇട്ടിട്ട് വരാം. ഇപ്പൊ കല്യാണത്തിന്റെ കുറവുകളൊക്കെ നമ്മൾ ഇതിൽ തീർക്കും. തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും സെറ്റ് ചെയ്യുന്നത്. ഇനി ബാക്കിയൊക്കെ ഫോട്ടോഗ്രാഫറുടെയും നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെയും കയ്യിലാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മളിപ്പോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് സാരി ഒന്ന് അയൺ ചെയ്യണം. അത് കഴിഞ്ഞ് ഒന്ന് കുളിച്ച് റെഡി ആവണം. മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നതിന് മുമ്പ് കുളിച്ച് റെഡി ആവണം. നമുക്ക് അയൺ ചെയ്യാൻ പോവാം. നീ ഈ കൊടയിലില്ലേ മൊത്തം എന്റെ മറ്റേ സാധനമില്ല, അപ്പുറം നിന്നിട്ട് എന്റെ മാതൃഭൂമി 5 മിനിറ്റ് അപ്പൊ പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയ മൈൻഡ് ചെയ്യൂല. തീർത്ത അടുത്ത് തുടങ്ങാലോ. ഉടനെ തീർന്നാ ഉടനെ വേദന തീർക്കണല്ലോ, എന്നാലും അടുത്ത് ചെയ്യാൻ പറ്റൂ. കേട്ടില്ല ഒന്നുകൂടി. ആക്ച്വലി എന്റെ മെയിൻ സാധനമാണ് കല്ലുള്ളതുകൊണ്ട് അയൺ ചെയ്യാൻ പറ്റാണല്ലോ. നമുക്ക് കൈയൊക്കെ അയൺ ചെയ്തിട്ട് ഓസ്മസ് ആക്കി വെക്കാം. സാരി മേലെ വൃത്തിക്ക് അയൺ ചെയ്യണം. ഹാങ്ങർ എടുത്തിട്ട് വരാം. അപ്പൊ ഒരു ഹാങ്ങർ ഇതൊരു തിയേറ്റർ ആക്കേണ്ട സ്പേസ് ആയിരുന്നു. ഇതിപ്പോ നമ്മൾ തുണി ആരിടാനും ഹോം തിയേറ്റർ ആയിട്ട് വെക്കേണ്ട ഒരു സ്പേസ് ആയിരുന്നു. നമ്മൾ ഭാവിയിലാക്കുന്നതാണ്. അത്ര ആൾക്കൊന്നുമില്ല. നീ എന്ത് കാണിക്കണതും കൊണ്ട് നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുവിടാന്നാക്കുന്നത്. പക്ഷെ ഇതെന്തിങ്ങനെ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. ഭാവിയിൽ ഒരു നല്ല തിയേറ്റർ റൂം ആക്കിയിട്ട് സെറ്റ് കാണിക്കുന്നതായിരിക്കും ഭാവിയിൽ. ഇതിപ്പോ നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് അയൺ ചെയ്യാം, അയൺ ചെയ്ത് തുണി ഇങ്ങനെ വെക്കാം. പിന്നെ അല്ലെങ്കിൽ മഴ വന്നു തുണി അറിയിടാം, അയൺ ചെയ്യാം, അപ്പൂന് പഠിക്കാം, പണിയെടുക്കാം, പഠിക്കുന്നുണ്ട് വെറുതെ ഒന്ന് ഇരിക്കാം. അതേപോലെ തന്നെ നമ്മളെ കല്യാണത്തിന്റെ അതേ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ ഇപ്പം വിളിച്ചിട്ടുള്ളത്.
നല്ല വർക്കായിരുന്നു. നല്ല വർക്കായിരുന്നു, നല്ല മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കുറച്ച് സംഭവങ്ങൾ അതൊക്കെ നമ്മൾ ഇപ്രാവശ്യം തീർക്കും, അതൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫോട്ടോഗ്രാഫി ആണ് നമുക്ക് കുറച്ച് വിചാരിച്ച ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല, അത്രേ ഉള്ളൂ. നമ്മളെ കല്യാണത്തിന്റെ പോസ്റ്റ് വെഡിങ് ഷൂട്ട് ചെയ്തിട്ടുള്ള ശ്യാംകുമാർ ഫോട്ടോഗ്രാഫി, ശ്യാമാണ് ഇപ്പൊ നമ്മളെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നത്. അതുകൊണ്ട് കുറച്ചധികം പ്രതീക്ഷകൾ ഉണ്ട്. കാരണം നല്ല നല്ല വർക്കാണ് അതിന്റെ സ്റ്റിൽസ് കാര്യങ്ങളാണെങ്കിലും ലൈറ്റിങ്സ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം രസമുള്ള രീതിയിലാണ് ചെയ്യും. ഇപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ട് ഇപ്രാവശ്യം ചെയ്തിട്ടില്ല. സാരി 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്, അതിന് ശേഷം ഞാൻ ഈ സാരി ഉടുത്തിട്ടില്ല. തുറന്നു നോക്കീന്, പക്ഷെ ഇപ്പം ഇതുണ്ടല്ലോ സാരിയിൽ ഇതുണ്ടോ എന്തോ പണി പാളിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങനത്തെ സംഭവം ഒന്നും അറിയാൻ പാടില്ല, അങ്ങനെ നോക്കാൻ വേണ്ടിട്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഈ സാരി അങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇപ്പൊ കണ്ട ഏട്ടൻ എന്റെ ലുക്ക് മൊത്തം മാറുന്നതായിരിക്കും. നല്ല കാടനപ്പൊലി ഉണ്ടായിരുന്നു. ആ ഒരു കമന്റ് അധികം പ്രത്യേകിച്ച് ഇടണ്ട, നമുക്കറിയാം കാടനപ്പൊലി ഉള്ളതെന്ന്. അല്ല, ആക്ച്വലി എല്ലാരും കുറെ മറ്റേ വീഡിയോസിലെല്ലാം കമന്റ്സ് വന്നു, രാഹുലിന്റെ മുടി മുറിക്കാനായി, മുടി മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി രാഹുലിന്റെ മുടി ഇങ്ങനെയുള്ളത് അത് വൃത്തിയുണ്ടെന്ന് വിശ്വസിച്ച് ചെയ്യുന്നതോ എല്ലാ അഹങ്കാരം കൊണ്ട് വളർത്തുന്നതൊന്നുമല്ല. മുടി അത്യാവശ്യം കൊഴിയാൻ തുടങ്ങി. കുറച്ച് 30ലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് മുടികൾ ഇങ്ങനെ കൊഴിഞ്ഞു വരുന്നൊരു രീതി കണ്ട്. അപ്പോൾ പെട്ടെന്ന് കുറച്ച് നാള് വളർത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് വളർത്തിയില്ലെങ്കിൽ ഇനി ചിലപ്പം വളർത്തിക്കഴിഞ്ഞാൽ പുറകിൽ മാത്രമേ വളരുള്ളൂ, മുമ്പിൽ വളരണം എന്നില്ല. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് വളർത്തി നോക്കാന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് വൃത്തി ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ ഭയങ്കര ഭംഗി ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ ചെയ്യുന്നതല്ല. അപ്പം കമന്റ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ ഒരാഗ്രഹം കൊണ്ട് ചെയ്യുന്നത്. ഭയങ്കര ലുക്ക് വെച്ചിട്ട് എടുക്കുന്നില്ല, നമുക്കും അറിയാം ഇത് ഇങ്ങനത്തെ ലുക്കാണുള്ളത് എന്ന് അറിയാം. പക്ഷെ കമന്റ് വരുന്ന സമയത്ത് ഒരു സങ്കടം, അതുകൊണ്ട് ആദ്യമേ പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോ നമ്മള് ഉള്ളതാണെങ്കിൽ മൂത്തേക്ക് പോലും ഒരു വിഷമം ഉണ്ടാവില്ലേ. ഹെയർ സെറ്റ് ചെയ്യും. മുടി വളർത്താനുള്ള ആഗ്രഹം ഇപ്പോഴല്ലേ പറ്റുള്ളൂ. ഞാനാ പറഞ്ഞ ഇപ്പം വളർത്തിക്കോന്നുള്ള സാധനം. അതട്ടെ, വീട്ടിലായിരിക്കും ഇഷ്ടമല്ലടാ. അമ്മയിൽ തെറിവിളിയോട് തെറിവിളിയാണ് ഏട്ടനെ മുടി കണ്ടിട്ട്. എൻ്റെ അമ്മയും എൻ്റെ അമ്മീസും ഇവിടുത്തെ അമ്മയും എല്ലാരും. ഇത്രയും നേരം ഞാൻ ഉരച്ചോണ്ടിരുന്നത് സ്വിച്ച് ഇടാണ്ടായിരുന്നു. ഇതാ സ്വിച്ച് ഓഫ് ആക്കിയേ. ഞാൻ സ്വിച്ച് ഇട്ടിട്ട് അയ്യേ, ഞാൻ ഒന്നുകൂടി മൊത്തം വരച്ചിട്ടാണ് ടാറ്റ. എന്ത് മന്ദബുദ്ധിയാണ് സത്യം. സാരി കത്തിപ്പോയി, ചെറുതായിട്ടൊന്ന് സാരി കത്തി. നോക്കട്ടെ എന്തെങ്കിലും വെച്ച് ഒപ്പിക്കാൻ പറ്റും. നോക്കട്ടെ. നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡി ആവട്ടെ. എല്ലാ സൈഡും ഫോണാണല്ലോ. ചുട്ടിയോ? നോക്ക്. തിരിച്ചോളൂ. എല്ലാരും വന്നോ? വാ. നല്ല ആർട്ടിഫിഷ്യൽ റിയാക്ഷൻ. എല്ലാം തിരിപ്പ കേട്ടോ എടുത്തോ. അച്ഛനോടാ അച്ഛാ കണ്ണാടി കുറച്ചധികം ലിബുലമായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പറയുന്നൊക്കെ കേൾക്കണ്ടോന്ന് അറിയില്ല. ഫോട്ടോഗ്രാഫർ എല്ലാരും തെറ്റിദ്ധരിക്കും, ഇവരെല്ലാരും നമ്മള് ഫോട്ടോഷൂട്ടിന് വരുന്നത് അല്ല, അവര് വർപ്പം നമ്മള് വർപ്പം.
എല്ലാരും പുച്ചാണല്ലോ, നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റില്ല. കല്യാണത്തിന് പെണ്ണു നമ്മൾ എത്തിയത് കുറച്ച് നേരത്തെ ആയി പോയി. സാധാരണ വണ്ടി വെക്കാൻ സ്ഥലമുണ്ട്, കുഴപ്പമില്ല. വണ്ടി വെക്കാൻ മാത്രല്ല ഫോട്ടോ സ്ഥലമുണ്ട്. ഇത് അങ്ങോട്ട് വണ്ടി എന്റെ മമ്മി നിക്കുന്ന കണ്ട. നമ്മളെ 2 കല്യാണവും കാണുന്ന ഒരേ ഒരു ദൃക്സാക്ഷി അമീസ്. അതായത് നമ്മൾ അകത്തേരിരുന്നാണ് പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. ഇപ്പൊ മുഴപ്പിലങ്ങാട് ബീച്ച് എന്റെ അമ്മ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. അമ്മ പറയുന്നേ മുഴപ്പിലങ്ങാട് അമ്മ പോയില്ല. ഓർമ്മ, എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നമ്മള് മുഴപ്പിലങ്ങാട് എന്നുള്ളത് മാറ്റി 7:30 ബീച്ചിലേക്ക് വന്നു. നോക്കുമ്പോ അമ്മ വാങ്ങിച്ചു പറ മുഴപ്പിലങ്ങാട് കാണിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നു. പരാതികൾ പരിഭവങ്ങൾ. കുഴപ്പമില്ലാതെ നമുക്ക് പോവാം. ഇത് നമ്മളെ ഫോട്ടോഗ്രാഫർ ഹലോ ശ്യാംകുമാർ ഫോട്ടോഗ്രാഫി. എന്തിനും ഇതിനും ഈ ഏട്ടനാണ് നമ്മളെ മറ്റേ പോസ്റ്റ് വെഡിങ്ങിന്റെ മറ്റേ ടെമ്പിൾ ഷൂട്ട് എടുത്തത്. ബാക്കി നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് നോക്കാം. ശരി, എന്റെ മേക്കപ്പ് കൊലിച്ചു പോകല്ലോ ഭഗവാനെ. ലൈവായിട്ട് കൊടുക്കാല്ലോ. നമ്മള് നടന്ന് ഇതിപ്പോ അപ്പുറത്തേക്കാർക്ക് തോന്നല്ലോ പണ്ടാലും പെറുക്കി ആടുന്ന് പെറുക്കുണ്ടാവും. പെറുക്കി ഞാനില്ലേ അറിയാണ്ട് പറഞ്ഞതാണ് അമ്മേനെ ഞാൻ മുഴപ്പിലക്കാട് ബീച്ചിൽ കൊണ്ടുപോയിട്ടില്ല. ഇവിടെ ആർക്ക് സൗകര്യം തരുന്നില്ല. അന്നെ കൊണ്ടുപോയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല, എന്നെ കൊണ്ടുപോയിട്ടുമില്ല. സോറി, എന്റെ ഭാഗത്ത് ഞാൻ മാത്രം പോയിട്ടുള്ളൂ. കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് അവസാനം ഫോട്ടോ എടുക്കാൻ വരും. അത് കുറച്ചും കൂടി സെന്ററിലേക്ക് വന്നു ഉണ്ടല്ലേ. നേരെ ആടെന്തോ പരിപാടിയാണ്. ആടെ സാരി ശരിയാക്കുന്ന മാതാജി ഫുൾ കലിപ്പാണ് ഇടക്ക്. ഇപ്പൊ ചിരിയെല്ലാം വന്നു. കലിപ്പൊന്നുമില്ല, പറയുന്നില്ല. തേങ്ങണ്ട് കൊണ്ടുപോകാം. പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അറിയല്ലേ. എന്തുകൊണ്ട് ബീച്ച് കാണാൻ പറ്റുന്ന ഗതികേട്, സഞ്ചി ചാക്ക് എല്ലാം കെട്ടുമുണ്ട്. ചക്കിന് ശരിക്കും വേണം. പെണ്ണിനെ കൊടുക്കാണ്ട്, അല്ല പെണ്ണ് കൊടുക്കാണ്ട്. ഡിമാൻഡ് ഒന്നും കൊണ്ടാണ് എനിക്ക് ഡിമാൻഡ് ഒന്നുമില്ല. ഹൈറ്റ് ഡിമാൻഡ് ഉണ്ട്. ഹൈറ്റ് മാത്രം ഡിമാൻഡ്. 183 പെൺകുട്ടിയല്ല എനക്ക് കഴിക്കും. ഒരു 173-174 വരെ ഓക്കെ. ആ റേഞ്ചെല്ലാം കിട്ടുന്ന ഏതെങ്കിലും പെൺകുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കണ്ടോ അവിടെ വിളിച്ചില്ല. അയ്യോ, അധികം താല്പര്യം ഉണ്ടെങ്കിൽ ശ്യാംകുമാർ ഫോട്ടോഗ്രാഫിയെ ബന്ധപ്പെടുക. ഓൺലൈനായിട്ട് പണ്ണറിയില്ല. അമ്മയോട് നോക്കിയേ, അനുഗ്രഹം കൊടുക്ക്. ഇപ്പൊ സമയം 6:30. നമ്മൾക്ക് അത്യാവശ്യം ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സിംഗിൾ ഫോട്ടോസ് പോയിക്കൊണ്ടിരിക്കുന്നു.
ലൈറ്റൊക്കെ ഡൗൺ ആയിട്ടുണ്ട്, സൗണ്ടൊന്നുമില്ല. ക്യാമറമാൻ ഇപ്പൊ താഴെ പോയേനെ. അപ്പോൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഫോട്ടോസൊക്കെ അത്യാവശ്യം ചതുര സാധനം കിട്ടിയിട്ടുണ്ട്, ഒക്കെ കാണിച്ചു തരാം. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ബാക്ക് ടു ബാക്ക് വരും. അത്യാവശ്യം നല്ല ലേറ്റ് ആയി, നല്ല ഇരുണ്ട്. ഇതിന്റെ അകത്ത് നല്ല അത്യാവശ്യം വെച്ചുണ്ട്, അതുകൊണ്ട് മനസ്സിലാവില്ല. സമയത്ത് 7 മണിക്കത്തെ സണ്ണ് പോയി, ലൈറ്റ് ഫുൾ ഡൗൺ. എന്റെ അമ്മയും പോയി. അമ്മേനെ കാണാണ്ടായി. അമ്മയും പോയി, അണ്ണും പോയി, എല്ലാം പോയി. ബൈ. ഓർണമെന്റ്സ് ഒക്കെ ഞാൻ പോയി കൈ പിടിച്ച് ചെരുപ്പ് കൂടി പോയി. നോക്കണ്ട എല്ലാവരും എന്നെ കൂട്ടാണ്ട്